തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീഴ്ച. പരിശോധനയ്ക്കായി ലാബിലെത്തിച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ മോഷ്ടിച്ചു. പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. സാമ്പിളുകൾ തിരികെ ലഭിച്ചു. രോഗികൾ ആശങ്കപ്പെടേണ്ടെന്ന് അധികൃതർ. നമ്മുടെ ആരോഗ്യ കേരളത്തിൽ രോഗികളുടെ ആരോഗ്യകാര്യത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധയിലേക്കും അനാസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്ന സംഭവമാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിൽ അരങ്ങേറിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റു പരിശോധനകൾക്കായി രോഗികളിൽ നിന്നും ശേഖരിച്ച ശരീരഭാഗങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പതോളജി ലാബിലെത്തിച്ചപ്പോഴാണ് മോഷണം പോയത്. പതോളജി ലാബിലേക്കും മൈക്രോബയോളജി ലാബിലേക്കുമായി ആശുപത്രി ആംബുലൻസിൽ അറ്റൻഡർ എത്തിച്ച 17 സാമ്പിളുകൾ സ്റ്റെയർ കേസിന് സമീപം വെച്ച ശേഷം മടങ്ങുകയായിരുന്നു. പരിശോധനയ്ക്കായി ലാബ് ജീവനക്കാർ എത്തിയപ്പോൾ സാമ്പിളുകൾ കണ്ടില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആക്രിക്കാരൻ സാമ്പിളുകൾ മോഷ്ടിച്ചതായി മനസ്സിലാക്കിയത്. ആശുപത്രി അധികൃതരുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇതര സംസ്ഥാനക്കാരനായ ആക്രിക്കാരനെ കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ ഇയാളിൽ നിന്നും സാമ്പിൾ കണ്ടെടുത്തു. ആക്രിക്കാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്നതിനാൽ പാഴ്വസ്തുക്കളാണെന്ന് കരുതി എടുത്തതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അതേസമയം സംഭവത്തിൽ ലാബിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പതോളജി വിഭാഗം മേധാവി ലൈല രാജി. അത് കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുള്ള സംഭവമല്ല, അതിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. കാരണം എന്നും കൊണ്ടുവരുന്ന ആൾ വന്ന് എന്നോട് റിപ്പോർട്ട് ചെയ്തു, അയാൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചിരുന്നു സാമ്പിൾസ്, കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വന്നു. കാരണം 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സാമ്പിൾസാണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ തിരിച്ചു വന്നൊരു 10 മിനിറ്റ് തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് നമുക്കുള്ള സ്പെസിമെൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾവ് ആയുള്ളൂ. കാരണം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്ത ആളെ വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. പോലീസ് കൃത്യമായി ഇടപെട്ട് ആക്രിക്കാരനിൽ നിന്നും സാമ്പിൾ തിരിച്ചെടുത്തതിനാൽ ഇത്തവണ രക്ഷപ്പെട്ടു. മറിച്ചായിരുന്നെങ്കിലോ? ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ അതീവ ശ്രദ്ധ പുലർത്തണം. സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ സംഭവത്തിൽ ഇപ്പോൾ നടപടി വരുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുജിത്ത്, എന്തൊക്കെയാണ് നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ? ഉമേഷ്, പതോളജി വിഭാഗം മേധാവി പറഞ്ഞതുപോലെ അവരുടെ കൈകളിലേക്ക് അവരുടെ ഓഫീസിൽ ലാബിലേക്ക് ഈ സാമ്പിളുകൾ എത്തിക്കുന്ന ആളാണ് ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്ന ഹൗസ് കീപ്പിംഗ് വിഭാഗം ഗ്രേഡ് 1 ജീവനക്കാരൻ അജയ് കുമാർ. ഇദ്ദേഹവും ആംബുലൻസിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ ഇദ്ദേഹവുമായിട്ടാണ് കൃത്യമായി എല്ലാ ദിവസവും ഈ സാമ്പിളുകൾ എത്തിക്കാറുള്ളത്. ഈ പതോളജി വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ മൈക്രോബയോളജി ലാബിലേക്കുമുള്ള സാമ്പിളുകളാണ് എത്തിക്കുന്നത്. ഇന്ന് ഓപ്പറേഷൻ നടന്ന രോഗികളുടെ സാമ്പിളുകളാണ് എത്തിക്കുന്നത്. ആ സാമ്പിളുകൾ അടുത്ത ദിവസമാകും പരിശോധന നടത്തുക. ഈ സാമ്പിളുകളാണ് 4 തിയേറ്ററുകളിലായി നടന്ന സാമ്പിളുകൾ. 17 സാമ്പിളുകളാണ് എത്തിച്ചത്. ഈ സാമ്പിളുകൾ സാധാരണഗതിയിൽ അവിടെ ഓഫീസിനുള്ളിലേക്ക് ലാബിനുള്ളിലേക്ക് കൊണ്ടെത്തിക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് ഇത് സ്റ്റെയർ കേസിലേക്ക് കൊണ്ടുവച്ചിട്ട് പോവുകയായിരുന്നു എന്നാണ് അറിയിക്കുന്നത്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇത് രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. എന്നാൽ 3 മണിയോടുകൂടിയാണ് ഈ സാമ്പിളുകൾ തിരിച്ചെത്തിയത്. ഈ സാമ്പിളുകൾ ഈ ആക്രിക്കാരൻ അവിടേക്ക് എത്തി പാഴ്വസ്തുക്കളാണെന്ന് കരുതി എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതര സംസ്ഥാനക്കാരനായ ആളാണ് ഈ ആക്രിക്കാരൻ. അയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് കണ്ടെത്തിയത്. കണ്ടെത്തിയ ഇത്രയും സാമ്പിൾ തിരിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിന് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പരിശോധനയിൽ ഫലങ്ങൾക്ക് മറ്റു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് പതോളജി വിഭാഗം മേധാവി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പിളുകൾ തിരിച്ചു കിട്ടിയത് വലിയ ആശ്വാസമാണ്. രോഗികൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉമേഷ്, ശരി. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.